ജഗതി ശ്രീകുമാറിനെ മലയാളികൾ ആരും മറക്കില്ല. ഇപ്പോഴും ജഗതിനെ നമുക്ക് കാണുന്ന ഒരു സന്തോഷമാണ്. നമ്മളിപ്പോൾ പല കോമഡിയന്മാരും കോമഡി കാണിക്കുമ്പോൾ ജഗതി ഉണ്ടെങ്കിൽ ഇതിനേക്കാളും നന്നായി ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. എല്ലാവരും ജഗതിനെ അതേപോലെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, എല്ലാവരും പരാജയമാണ്. നല്ലൊരു കോമഡി നടൻ ഇതുവരെ വന്നിട്ടില്ല ജഗതിനെ പോലെ. അത്രയും നല്ലൊരു ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ജഗതിരെ നമുക്ക് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജഗതിരെ കാർ ഇൻഷുറൻസ് തുകയായ 11 കോടി രൂപ കിട്ടി. ആ 11 കോടി രൂപ കിട്ടിയപ്പോൾ 2 മക്കളാണ് ജഗതിക്ക്. അപ്പോൾ ആ 2 മക്കളും കൂടി 11 കോടി രൂപ പങ്കിട്ടെടുത്തു. ജഗതി പബ്ലിക്കായിട്ട് പറഞ്ഞുള്ളതാണ്, എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്ക് ഒരു മകളുണ്ട് എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞുള്ളതാണ്. അപ്പോൾ ആ പബ്ലിക്കായി പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി ഇരുന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞുള്ളതാണ്. അത് എല്ലാവർക്കും അറിയും. ആ കുട്ടീനെ നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്തെങ്കിലും കുറച്ച് പൈസ ആ കുട്ടീനെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും കൂടി കൊടുക്കാമായിരുന്നു. ഇവർ കൊടുത്തില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കിയല്ലേ. ആ ജഗതിയുടെ ചോര തന്നെയാണ് ആ കുട്ടി. ഇവർ 2 ആൾ പങ്കെടുത്തെടുത്തു. അവരെ അനിയത്തിനത് അതുപോലെ അവർ ചിന്തിച്ചില്ല. അപ്പോൾ എല്ലാത്തിനും ഇതിനെ പറ്റിയിട്ട് ഒരു അന്യായം കണ്ടു കഴിഞ്ഞാൽ അവിടെ തലകുത്തി വീഴുന്ന ഒരാളാണ് PC ജോർജ്. PC ജോർജിൻ്റെ മകനാണല്ലോ ജഗതിയുടെ മകളെ കല്യാണം കഴിച്ചു കൊണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആൾ എങ്കിലും പറയേണ്ടതായിരുന്നു. ജഗതിക്ക് എന്തായാലും ഇപ്പോൾ ഓർമ്മയില്ലാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്കും കൂടി എന്തെങ്കിലും കൊടുക്കുക. ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതല്ലേ. ശാപം ഉണ്ടാവില്ല, അതാണ്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് PC പറഞ്ഞില്ല. അപ്പോൾ പൈസയുടെ മുമ്പിൽ വന്നപ്പോൾ അവർ എല്ലാം മറന്നു. അവരാണ് പങ്കുവെച്ചെടുത്തു. മറ്റുള്ളൊന്നും ചിന്തിച്ചില്ല. അതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം PC ജോർജ് മിണ്ടിയിട്ടില്ല. ഇത് വളരെ ശക്തമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദിനേശ് ചേട്ടൻ, ചാന്തിയുള്ള ദിനേശ്. വിശദമായിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്ക് PC ജോർജിനുള്ള നല്ലൊരു താങ്ങി നോക്കണതിൽ. എന്തായാലും അവനാൻ്റെ കാര്യം വരുമ്പോൾ എല്ലാം അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് അത് വേറൊരാളുടെ കാര്യമാകുമ്പോൾ അവർ വിളിച്ചു പറയാനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ വിളിച്ചു പറയാനും അവിടെ കൊടി കുത്താനും ബഹളം ഉണ്ടാക്കാനൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ കുടുംബത്തെ കാര്യമാകുമ്പോൾ, കുടുംബത്തിന് കാശ് കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിനെക്കുറിച്ച് ആരും ഒരക്ഷരം മിണ്ടില്ല. അതിങ്ങോട്ട് പോന്നോട്ടെ, കിട്ടണത് ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞ പോലെ. ഇപ്പം ജഗതിനെ അവർ നല്ലോണം പോലെ നോക്കുന്നുണ്ട്. നല്ല പൊന്നു പോലെയാണ് ജഗതിനെ സൂക്ഷിക്കുന്നത്. നമുക്ക് കണ്ടറിയാം, ജഗതിയുടെ മുഖം കണ്ടറിയാം. അത്രയും സ്നേഹത്തിലാണ് 2 മക്കളും ആ കുടുംബം അവരെ നോക്കുന്നത്. അപ്പോൾ അതിലൊന്നും നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. നമുക്ക് വലിയ ഇഷ്ടമാണ്, അത് നല്ല കാര്യമാണ്, അങ്ങനെ നോക്കണം. പക്ഷെ ശാപം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ ഇൻഷുറൻസ് കാശ് തന്നെ ശാപം പിടിച്ച കാശാണ്. ആ കാശിൽ നിന്ന് എന്തെങ്കിലും ഒന്ന്, ഇത്രയെന്നൊന്നും പറയണില്ല, എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ നല്ലതാണ് എന്നാണ് ശാന്തിയുള്ള ദിനേശ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞാണ് തന്നെയാണ് എൻ്റെ അഭിപ്രായം, അതുകൊണ്ട് പറഞ്ഞാണ്.